ജ്യോതിഷത്തിൽ രാശികളിലും നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളുടെ ചലനം ഭൂമിയെയും വ്യക്തികളെയും ബാധിക്കും. ശ്രദ്ധേയമായി മാർച്ച് 14 വരുന്ന ഈ വർഷത്തെ ഹോളിയിൽ 30 വർഷത്തിനിടയിൽ കണ്ടിട്ടില്ലാത്ത ഒരു സവിശേഷ രാശിമാറ്റം സംഭവിക്കും. ചില രാശിക്കാർക്ക് ഈ സമയത്ത് വൻ നേട്ടങ്ങൾ ലഭിക്കുന്ന ഷഷ് മാളവ്യ രാജയോഗം ഈ സമയത്ത് രൂപപ്പെടും. മാത്രമല്ല, മാളവ്യ രാജയോഗവും ശുക്രബുധൻ സംയോജനത്തിലൂടെ ലക്ഷ്മി നാരായണ യോഗവും രൂപപ്പെടും. ഈ രാജയോഗങ്ങൾ ചില രാശിക്കാർക്ക് ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു കാലഘട്ടമാണ് നൽകുക. ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് ഈ രാജയോഗങ്ങളിലൂടെ ഭാഗ്യം വന്നുചേരാൻ പോകുന്നതെന്ന് നോക്കാം. കുംഭരാശിക്കാർക്ക് ഷഷ് രാജയോഗം ലഗ്നത്തിൽ ഉദയം ചെയ്യുന്നു. മാളവ്യ രാജയോഗം 2ാം ഭാവത്തിൽ വരുന്നു. ഇത് വിവിധ മേഖലകളിൽ വിജയത്തിന്റെ ഒരു ഘട്ടത്തെ സൂചിപ്പിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കുന്നതിനും ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും കുടുംബബന്ധങ്ങൾ വളർത്തുന്നതിനും ആത്മീയതയിൽ കുതിച്ചുചാട്ടം അനുഭവിക്കുന്നതിനും ഈ കാലഘട്ടം അനുകൂലമാണ്. വളരെ കാലത്തെ ആഗ്രഹം സാധ്യമാകുന്നതാണ്. നിങ്ങൾ ബിസിനസ് രംഗത്തുള്ളവരാണെങ്കിൽ ഈ ഘട്ടത്തിൽ വൻ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത്. സമയം വളരെ അനുകൂലമാണ്. മകരം രാശിക്കാർക്ക് ഷഷ് മാളവ്യ രാജയോഗത്തിൽ നിന്ന് ഗണ്യമായ നേട്ടങ്ങൾ ലഭിക്കും. വരാനിരിക്കുന്ന കാലഘട്ടം കുടുംബ ഐക്യം, സമാധാനപരമായ ജീവിതം, സാമൂഹിക അംഗീകാരത്തിലേക്ക് നയിച്ചേക്കാവുന്ന തൊഴിൽ മാറ്റങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക സ്ഥിരത, കടബാധ്യതയിൽ ഇളവ്, സാമൂഹിക പദവിയിലെ ഉയർച്ച എന്നിവ അധിക നേട്ടങ്ങളാണ്. വീട്, വാഹനം എന്നിവ വാങ്ങാനും വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ജോലികൾ പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ്. മിഥുനരാശിക്കാർക്ക് ഷഷ് മാളവ്യ രാജയോഗത്തിന്റെ സ്വാധീനം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയവും സാമ്പത്തിക അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരുമായുള്ള ആത്മീയ യാത്രകൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, കരിയറിൽ അനുകൂലമായ പുരോഗതികൾ, സാധ്യമായ സ്ഥാനക്കയറ്റങ്ങൾ എന്നിവ ഈ കാലയളവിലുണ്ടാകാം. വിവാഹം നോക്കുന്നവർക്ക് ഈ സമയത്ത് വളരെ നല്ലൊരു ആലോചന വന്നുചേരും.